അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റഹ്മത്തല്ലേ അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു ഈ മജ്ലിസ് കബൂലാക്കട്ടെ. അള്ളാഹു കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. നാം എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ഒരു ആശയമായിട്ടാണ് എല്ലാ ദിവസങ്ങളിലും ഈ മജ്ലിസ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ മജ്ലിസിലൂടെ, ഈ പ്രാർത്ഥനാ സദസ്സുകളിലൂടെ, ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടുപഠിക്കുന്നത്. അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അള്ളാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രായം എത്രയായി എന്ന് പുറത്തു പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം ഒരു 30-ന് മുകളിലായവരാണ് ഏറെ കുറെ ആളുകൾ, അധികരിച്ച ആളുകൾ. ഒരു 90% മുകളിൽ ആളുകളും എന്താണ് ഈ മജ്ലിസ് കാണുന്നത്, ഈ ശബ്ദം കേൾക്കുന്നത് 30 വയസ്സിന് മുകളിലായവരാണ്. ഈ 30 വയസ്സിന് മുകളിലായ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവരുടെ ശരീരം അത് കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് അവരത് പ്രശ്നമില്ല. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാർ, 30 വയസ്സ് കഴിഞ്ഞ സഹോദരിമാർ, നമുക്കറിയാം പ്രായം കുറവും കണ്ടാൽ പ്രായം തോന്നിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മൾ ചോദിക്കും വയസ്സെത്രയായി, അപ്പോൾ അവർ പറയാണ് അല്ലെ 35. നമ്മൾ കണ്ട ഒരു ഇത്രേ ഉള്ളൂ, 40-45 വയസ്സ് തോന്നിക്കുന്ന രീതിയിലേക്ക് പടുക്കന്നൊക്കെ ചില നാടുകൾ പറയും. പടുക്കം തോന്നിക്കാന്ന് പറയും, പ്രായം തോന്നിക്കാന്ന് പറയും. അങ്ങനെയുണ്ട്. നമുക്ക് പ്രായം കുറവാണെങ്കിലും വയസ്സ് കുറവാണെങ്കിലും പ്രായം അധികമായി തോന്നുക, ഇത് ശരീരത്തിന്റെ തൊലിയൊക്കെ ഒന്ന് ചുളുങ്ങുക, ശരീരം ക്ഷീണിക്കുക, മുടിയൊക്കെ നരബാധിക്കുക, അങ്ങനെ തുടങ്ങിയുള്ള ഒരു വാർദ്ധക്യത്തിന്റെ എല്ലാ അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് വരുമ്പോൾ പ്രായം കുറവാണെങ്കിലും നമുക്ക് വയസ്സുകൊണ്ട് കുറവാണെങ്കിലും പ്രായം നന്നായി തോന്നിക്കുന്ന ആളുകൾ, അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് കുറഞ്ഞു കിട്ടാൻ, നമ്മൾ ശരീരത്തിന് ആഫിയത്തുണ്ടാകാൻ, ആരോഗ്യമുണ്ടാകാൻ 30 വയസ്സ് കഴിഞ്ഞ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാനുള്ള, പുരുഷന്മാരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലേക്കൊന്ന് ഉൾക്കൊള്ളണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഇന്ന് എടുക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത് നാം ശ്രദ്ധിക്കണം 5 കാര്യങ്ങളാണ്. ഒന്നാമത്തത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 30 വയസ്സ് വരെ ഭക്ഷണം കഴിക്കേണ്ടെന്നില്ല, 30-ന് ശേഷമുള്ള ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകാൻ, ശരീരത്തിന്റെ മസിലുകൾ, ശരീരത്തിന്റെ ഊർജ്ജങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഘടനകളിലേക്കും അത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ പരമാവധി എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ നന്നായി അത് കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇന്ന് നമ്മൾ എന്താ പറയാ, ഫാസ്റ്റ് ഫുഡുകളുടെ കാലഘട്ടമാണ്. നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ നമ്മൾ എന്തില്ല, പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അതോടൊപ്പം മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു കാര്യം രണ്ടും കൂടി ചേർത്ത് പറയാം. രണ്ടാമത്തത് ഫ്രൂട്ട്സും ഇലക്കറികളും ഉൾപ്പെടുത്തുക. ഒന്ന്, നല്ല ഭക്ഷണം കഴിക്കുക. 2, ഫ്രൂട്ട്സുകളും ഇലക്കറികളും ഭക്ഷണം കഴിക്കുക. ഇതുപോലെയുള്ള ഈ പണ്ഡിതന്മാർ ഇതെടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാരാകുന്ന ദീനിന്റെ പണ്ഡിതന്മാർ, മുൻഗാമികളായ ആരോഗ്യ വിദഗ്ധന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പറയാൻ പോകുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചാൽ 30 വയസ്സ് കഴിഞ്ഞവരെ ശരീരത്തിൽ എപ്പോഴും ആഫിയത്തുണ്ടാകും. രോഗങ്ങളെ പേടിക്കണ്ട, ആരോഗ്യം ആഫിയത്തുള്ള തരുന്നതാണ്. ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഒന്ന്, മധുരക്കിഴങ്ങ് കഴിക്കല് ആരോഗ്യത്തിനും ആഫിയത്തിനും കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. മധുരക്കിഴങ്ങ് ഇപ്പൊ അത് കാണാൻ കൂടി ഉണ്ടാവില്ല അല്ലെ, വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്ന വിൽക്കണതല്ലാതെ പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ അത് സുലഭമായിരുന്നു. മധുരക്കിഴങ്ങ് കഴിക്കൽ നല്ലതാണ്. മറ്റൊന്ന്, ബ്ലാക്ക് ബീൻസ് എന്ന് പറയുന്ന ഒരു സാധനം പച്ചക്കറി കടകളെ നമ്മളത് മാറ്റി നിർത്തും. ബ്ലാക്ക് ബീൻസ് നല്ലതാണ്. മൂന്നാമത്തെ, വഴുതണ എന്ന് പറയും. വഴുതണ നല്ലതാണ്, അത് അധികമാകാൻ പാടില്ല. 2-3 ദിവസത്തിലൊരിക്കൽ ഒരല്പം കഴിക്കൽ ശരീരത്തിന് നല്ലതാണ് എന്ന് ആരോഗ്യ വിദഗ്ധന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ദീനുൽ ഇസ്ലാമിലെ മുൻഗാമികളായ ആരോഗ്യ വിദഗ്ധന്മായ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്. നാലാമത്തത്, ബീട്രൂട്ട് അധികമായി കഴിക്കുക. രക്തം വെക്കാനും ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകാനും ബീട്രൂട്ട് നല്ലതാണ്. അതുപോലെ 5-മത്തത്, മത്സ്യങ്ങളിൽ മത്തി, നമ്മളെ ചാളാന്നൊക്കെ പറയില്ല, മത്തി നല്ല കുട്ടികൾക്ക് ഓർമ്മശക്തി ഉണ്ടാകാനും ഖുവ്വത്തുൽ ഹിഫ്ള് നിലനിൽക്കാനൊക്കെ നല്ലതാണ്. മത്തി നമ്മൾ മാറ്റി നിർത്തും, അല്ല മത്തി നല്ലതാണ്. അതോടൊപ്പം ഔക്കാഡോ എന്ന് പറയുന്ന സാധനം നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ട്. ഔക്കാഡോ നല്ലതാണ്. അതുപോലെ കടല വെറുതെ കഴിച്ചാലും നല്ലതാണെന്ന്. ആ കടല, അതുപോലെ ഇഞ്ചി, അതുപോലെ ക്ലോറിഫർ, ഇതുപോലെയുള്ള 10ഓളം വസ്തുക്കൾ മഹാരഥന്മാർ ഫ്രൂട്ട്സായും പച്ചക്കറികളാണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 30 വയസ്സ് കഴിഞ്ഞവർ, നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കാം, എന്നാലും 30 വയസ്സ് കഴിഞ്ഞവർ ഈ പറയുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം നല്ല ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം മൂന്നാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. എല്ലാം ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. ഒന്ന്, നല്ല ഭക്ഷണം കഴിക്കുക. 2, ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറികളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക. മൂന്നാമത്തത്, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. ഇന്ന് നമ്മുടെ വീടുകളിൽ
വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യൽ കുറവാണ്. നമ്മൾ വലിയ സിറ്റികളിൽ നമ്മളെന്ത് ചെയ്യും, ഓർഡർ ചെയ്യും, വീട്ടിൽ കൊണ്ടുതരും, പൈസ അപ്പം കൊടുത്താൽ മതി. പോയി പോലും വാങ്ങേണ്ട ആ ഒരു സാഹചര്യം. സ്വിഗ്ഗിയും അതുപോലെയുള്ള സൊമാറ്റോ പോലെയുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ ബുക്ക് ചെയ്യും. നമ്മുടെ വീട്ടിന്റെ വാതിൽപ്പടിയിൽ വരുമ്പോൾ പൈസ കൊടുത്താൽ മതി. നടന്നു പോലും അല്ലെങ്കിൽ വാങ്ങാൻ പോലും നമ്മൾ പുറത്തിറങ്ങണ്ട. ആ രീതിയിലേക്ക് കാലം മുന്നോട്ട് പോയി. ഇപ്പൊ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഹോം മെയ്ഡ് ഭക്ഷണങ്ങൾ കഴിക്കുക. അങ്ങനെ ഹോം മെയ്ഡ് ഭക്ഷണം കഴിക്കുമ്പോൾ മധുരം കുറയ്ക്കുക, അതുപോലെയുള്ള നാം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹ് കബൂലാക്കട്ടെ. അതോടൊപ്പം നാലാമതായി മഹാത്മാ രേഖപ്പെടുത്തുന്നു, നല്ല വ്യായാമം ചെയ്യണം. നല്ല വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സ്വിച്ചിന്റെ കാലമാണ് അല്ലേ? നമുക്കറിയാം, വ്യായാമം ചെയ്യാന്ന് പറഞ്ഞാൽ ജിമ്മിന് പോകണം നടത്തില്ല കേട്ടോ. ജിമ്മിന് ഇവിടെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട്, ജിമ്മിന് പോകണമെന്നല്ല. നാളെ തൊട്ട് ഉസ്താദ് പറഞ്ഞു വ്യായാമം വേണം എല്ലാവരും ജിമ്മിന് എന്ന് നിർബന്ധമില്ല. ജിമ്മിന് പോകണമെന്നില്ല. വീട്ടിലെ ജോലികൾ നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ ആരാ മൂല്യരെ ചെയ്യണേ? നമ്മളല്ലാതെ പിന്നെ ആരാ ചെയ്യണേ? നിങ്ങൾ എന്താ അങ്ങനെ പറയണേ എന്ന് ചിന്തിക്കണ്ട. ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേരാ ഇപ്പൊ അരയ്ക്കാറില്ല. തുണി നമ്മൾ വാഷ് ചെയ്യാറില്ല. വാഷ് ചെയ്യാറുണ്ടെങ്കിൽ തന്നെ പണ്ടത്തെ ഉമ്മമാർക്ക് തുണി കഴുകുന്ന കേട്ട 40 വീട് മൊത്തം അറിയും. തുണി എടുക്കുന്ന ഇങ്ങനെ കല്ലിൽ ശക്തമായി അടിച്ചാ കഴുകണേ. ഇന്ന് വാഷിംഗ് മെഷീനാണ്. അതുപോലെ വെള്ളം കോരുക. മസിലുകൾ വളരുന്ന പ്രായമാണ് 30 വയസ്സ് കഴിഞ്ഞാൽ. നമുക്കറിയാം, ഒരു 40 വയസ്സൊക്കെ 35-36 വയസ്സൊക്കെ ആകുമ്പോഴേ മുട്ടുവേദന, നടുവേദന, സന്ധിവേദന, വാദം, പിത്തം അങ്ങനെ തുടങ്ങിയ രോഗങ്ങൾ വരാണ്. എന്തേ കാരണം? എക്സർസൈസ് ഇല്ല. ഭാരം പണ്ടൊക്കെ വെള്ളം ചുമന്നുകൊണ്ട് വരുമായിരുന്നു. പണ്ടൊക്കെ വെയിറ്റുകൾ ഭാരം എടുക്കുമായിരുന്നു. ഭാരം എടുപ്പ് കുറവ്. എന്ന് കരുതി നാളെ തൊട്ട് സ്ത്രീകൾ ലോഡിങ്ങിന് പോകണമെന്ന് അർത്ഥമില്ല. വീട്ടിലുള്ള ചെറിയ കഴിയുന്ന ഭാരങ്ങളൊക്കെ ഒന്ന് എടുത്തു പൊക്കുന്നതും താഴ്ത്തുന്നതൊക്കെ നമ്മുടെ മസിൽ വർദ്ധിക്കാൻ കാരണമാണ്, പേശി വർധനത്തിന് കാരണമാണ്, ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നു. വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ വീട്ടിൽ എക്സർസൈസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് നമ്മളൊന്ന് പരിശീലിക്കുക. അതൊക്കെ നല്ലതാണ്, അത് വേണ്ടാന്ന് പറയണില്ല. ഇപ്പൊ ഭാരം പണ്ടൊക്കെ വെള്ളം കോരുമായിരുന്നു. ഇന്ന് എത്ര പേരെ വെള്ളം കോരും? നമ്മുടെയൊക്കെ വീടുകളിൽ കിണറുണ്ട്, അതെല്ലാം ഗ്രില്ലിട്ട് അടച്ച് മുടിയിട്ടേക്കാണ് ഇല്ലേ? കയറ് പോലും ഉണ്ടാവില്ല. മോട്ടറാണ്. കറണ്ട് ഇല്ലെങ്കിൽ വെള്ളം ഇല്ല, കറണ്ട് ഇല്ല, നമ്മൾ എടുക്കൂല, അവിടെ ഇട്ടേക്കും. കറണ്ട് വരുമ്പോൾ വെള്ളം മതി എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറുന്നവരാണ്. അല്ലാഹ് കാക്കട്ടെ. അങ്ങനെ തുടങ്ങി നമ്മളെല്ലാം എളുപ്പത്തിലേക്ക് മാറി. ആകെ നമ്മുടെ എക്സർസൈസ് കഴിക്കൽ മാത്രമാണ്. ഈ കൈ ഇങ്ങോട്ട് വരിക, പാത്രത്തിലേക്ക് പോവുക, കയ്യിലേക്ക് വരിക, കയ്യിലേക്ക്, അങ്ങനെ അതായി മാറി. അല്ലാഹ് കാക്കട്ടെ. അപ്പൊ നല്ല എക്സർസൈസ് നല്ലതാണ്. എക്സർസൈസ് വ്യായാമം നല്ലതാണ്. നടക്കല് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. നബി തങ്ങൾ പറഞ്ഞ എക്സർസൈസ്, സ്പീഡിന് നടക്കുക എന്നുള്ളത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എക്സർസൈസ് നല്ലതാണ്. അല്ലാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. 5ാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ആഴ്ചയിൽ കഴിയുമെങ്കിൽ 2 ഏറ്റവും കുറഞ്ഞത് 1 ദിവസങ്ങളിൽ നോമ്പെടുക്കുക. അത് ഒരാഴ്ചത്തെ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു എന്താ പറയുക ദഹന പ്രക്രിയകളെ ക്രമീകരിക്കാൻ വലിയൊരു ഭാഗ്യമാണ്. ഒന്നുകിൽ തിങ്കളും വ്യാഴം എടുക്കുക, അതിന് കഴിയില്ലെങ്കിൽ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഒരു നോമ്പ്, ആഴ്ചയിൽ ഒരിക്കൽ ഒരു നോമ്പെടുക്കുന്ന ശീലം നമ്മൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിന് ചീത്ത കൊളസ്ട്രോളുകൾ, അതുപോലെ ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ആഴ്ചയിൽ ഒരു നോമ്പ് എടുത്ത് നോക്കി, മാസത്തിൽ ഇപ്പം 4 നോമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കി. റമളാനിൽ പോയ നോമ്പ് ഖളാ വീട്ടാനും സൗകര്യം ഉണ്ടാവും, ആരോഗ്യ സംരക്ഷണം ഉണ്ടാവും. അതോടൊപ്പം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, എല്ലാ പ്രാർത്ഥനയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ കഴിയുന്ന സമയത്തൊക്കെ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഖവിയ്യു യാ അല്ലാഹ്, ഈ ദിക്റുകൾ, ഈ അസ്മാഉകൾ നിങ്ങൾ പതിവാക്കിയാൽ ആരോഗ്യ സംരക്ഷണം ഉണ്ടാവുന്നതാണ്. അങ്ങനെ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഖവിയ്യു യാ അല്ലാഹ്. ഒരു ദിവസം ഒരു 100 വട്ടം ചൊല്ലിക്ക് അള്ളാഹു നമുക്ക് ആരോഗ്യം ആഫിയത്ത് തരുമെന്നാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും പകർത്താനും തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടിപ്പറ്റി പറയണില്ല. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്കും ഈ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. അതൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ മധുരക്കിഴങ്ങും ബ്ലാക്ക് ബീൻസും വഴുതടയും ബീട്രൂട്ടും മത്തിയും മൗക്കാടയും കടലയും ഇഞ്ചി ക്ലോറിഫ്ലവറൊക്കെ 10ഓളം വരുന്ന ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ മക്കൾക്ക് നൽകുക. അതൊക്കെ നല്ലതാണ്. അല്ലാതെ ഈ അതുപോലെ നൂഡിൽസും അതും ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് മക്കളെ വയറ് ചെറുതെ കംപ്ലൈന്റ് ആക്കി ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് മക്കളെ ശീലിപ്പിക്കുക. അള്ളാഹു സ്വീകരിക്കും. അല്ലേ, പണ്ടൊക്കെ ചക്കക്കുരുവും ചക്കയൊക്കെ അവിച്ച് തിന്ന, കിഴങ്ങൊക്കെ അവിച്ച് തിന്ന കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട് ഇല്ലേ? അന്നത്തെ പണ്ടത്തെ ആളുകൾ ഇപ്പോഴും വിറക് കീറാൻ പോകുന്ന ചില ആളുകളുണ്ടാവും. ഞാനൊക്കെ പഠിക്കുമ്പോൾ, ബദരിയിൽ പഠിക്കുമ്പോൾ അവിടെ വിറക് കീറാൻ വന്ന ഒരു 60-65 വയസ്സുണ്ടാവും. ആ ആള് സ്വന്തം വന്ന് 2 ലോറി നിറയുള്ള വിറക് സ്വന്തമായിട്ട് കീറിയിട്ടാണ് അദ്ദേഹം പോണത്. ഞാനിങ്ങനെ ചിന്തിച്ച മനുഷ്യന്റെ ആയസം, ആ പണ്ടത്തെ ഭക്ഷണ ക്രമീകരണമാണ്, അന്നത്തെ ജീവിത രീതിയാണ്. ഇന്നാണെങ്കിലോ ഒരു 30 വയസ്സാകുമ്പോഴേ
പ്രശ്നമാണ്. മുട്ടുവേദന, നടുവേദന, ഇരിക്കാൻ പറ്റുള്ള കസേര നിസ്കാരം, അങ്ങനെയാണ്. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. അള്ളാഹ് നല്ലത് പഠിക്കാനും പകർത്താൻ തൗഫീഖ് തരട്ടെ. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ തന്നെ ചാനലായ ബദറിൻ തീരം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് മജ്‌ലിസ്. അല്ലാഹ് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും എന്ന് പ്രധാനിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.